കാസർഗോഡ് മഞ്ചേശ്വരത്ത് രണ്ടിടങ്ങളിൽ തെരുവുനായ ആക്രമണമുണ്ടായി. മച്ചമ്പാടി കോടിയിൽ 8 വയസ്സുകാരന് നേരെ തെരുവുനായ പാഞ്ഞടക്കുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് നിന്ന് അരുൺ, ആ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരിയല്ലേ? വിജയകുമാർ, ആ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ ആ കുട്ടിക്ക് കടിയേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. കുട്ടിയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. രണ്ടിടങ്ങളിലാണ് മഞ്ചേശ്വരം ഭാഗത്ത് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഒന്ന് ഈ ബഡാജെ ചൗക്കിയിൽ താമസിക്കുന്ന മുസ്തഫയെ നായ കടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരമുണ്ട്. അദ്ദേഹത്തിനും കൈക്കാണ് ഈ കടിയേറ്റിരിക്കുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് കുത്തിവെപ്പ് നൽകിയിട്ടുണ്ട്. മച്ചമ്പടി കോടിയിൽ താമസിക്കുന്ന മഹമ്മൂദിന്റെ 8 വയസ്സുകാരൻ മകനാണ് മറ്റൊരു കടിയേറ്റ വ്യക്തി. മുഹമ്മദ് അയിൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി ആ ദൃശ്യങ്ങളിൽ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് വരികയായിരുന്നു. ആ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്, വീടെത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ നായ കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. കുട്ടി ഓടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ നായയുടെ നഖമോ പല്ലോ കുട്ടിയുടെ ദേഹത്ത് കൊണ്ടു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. കുട്ടിക്കും പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. കാസർകോട്ടെ പല ഭാഗങ്ങളിലും തെരുവുനായയുടെ ആക്രമണം അത് വലിയ തോതിൽ വ്യാപകമാവുകയാണ്. രാത്രി സമയങ്ങളിലൊന്നും തന്നെ ആളുകൾക്ക് റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ തെരുവുനായ്ക്കളുടെ ഒരു വിളയാട്ടം. പ്രത്യേകിച്ച് നീലേശ്വരം മേഖലയിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വിളയാട്ടമുണ്ട്. അത് കഴിഞ്ഞ ഒരാഴ്ച മുൻപൊക്കെ 6 പേർക്ക് കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നായ്ക്കളെ അവിടെ നിന്ന് മാറ്റാനോ നായ്ക്കളെ വന്ധീകരിക്കാനോ യാതൊരുവിധ സംവിധാനവും ജില്ലയിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിജയകുമാർ. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.